ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഫോറസ്റ്റ് ഒരുപക്ഷെ അധികം പേർക്കൊന്നും കേട്ടുകേൾവി ഉണ്ടാവില്ല. വളരെ കുറവ് ശതമാനം ആൾക്കാർക്കായിരിക്കും ഈ സ്ഥലത്തിനെ കുറിച്ച് അറിവുണ്ടാവുക. എന്തിന് ഗൂഗിൾ മാപ്പിൽ പോലും മാർക്ക് ചെയ്യപ്പെട്ടിട്ടില്ല ഇവിടെ. ഓഫ് റോഡ് ജീപ്പിൽ 13 കിലോമീറ്ററോളം കാടിൻ്റെ ഉള്ളിൽ കൂടി പോയാൽ മാത്രം എത്തിപ്പെടുന്നൊരു സ്ഥലം. അതിൻ്റെ കൂടെ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ആമസോൺ റെയിൻ ഫോറസ്റ്റിലെ കുറേ വെള്ളച്ചാട്ടങ്ങൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗംഭീര വെള്ളച്ചാട്ടവും കൂടെ നമുക്കിവിടെ കാണാം. പറമ്പിക്കുളം ടൈഗർ റിസർവ്, നെല്ലിയാമ്പതി, വാഴച്ചാല് പോലുള്ള കൊടുങ്കാട് അതിർത്തി പങ്കിടുന്ന മറ്റൊരു കാടാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാടിൻ്റെ വന്യതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ചുറ്റിലും എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ്. ആന ഇഷ്ടംപോലെ ഇവിടെ വരാറും ഇഷ്ടംപോലെ ഉണ്ട് ഈ വനത്തിൽ. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ ചവിട്ടി കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ സംശയം ഉണ്ടാവും, ഇങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ എന്തൊക്കെ എക്സ്പീരിയൻസാണ് നമ്മൾ കാത്തിരിക്കുന്നത്, മാത്രമല്ല ഫാമിലി ആയിട്ട് വരാൻ പറ്റുമോ, ഇനി വന്നാൽ തന്നെ താമസിക്കാൻ സ്ഥലം കിട്ടുമോ, ഇതിനൊക്കെ ഉള്ള ഉത്തരവാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളുള്ള ഈ ഒരു കാടിൻ്റെ പേരാണ് കുഞ്ചിയാർപതി. അതിരാവിലെ തന്നെ പാലക്കാട് തുടങ്ങിയൊരു യാത്രയാണിത്. അതുകൊണ്ട് തന്നെ വടക്കഞ്ചേരി വന്നിട്ട് അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ കുഞ്ചിയാർപതി ഡയറക്ഷനിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ കടപ്പാറ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ് ഇവിടേക്ക് വരുമ്പോൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. ആ ലൊക്കേഷൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പാലക്കാടിൻ്റെ ഭംഗി മഴയത്ത് ഒരു വേറിട്ട അനുഭവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ഇറങ്ങിയപ്പോൾ ഇതുപോലത്തെ ഒരുപാട് നല്ല വിഷ്വൽസ് കണ്ടിട്ടാണ് നമുക്ക് ഈ യാത്ര തുടങ്ങാൻ പറ്റിയത്. ഒടുവിൽ നമ്മൾ മംഗളം ഡാമിൻ്റെ പരിസരത്തായിരിക്കും എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ ആ പുറകിൽ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമുക്ക് ഇന്ന് എത്തേണ്ടത്. അവിടെ നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിന്ന് അവിടെ എത്തുമ്പോഴേക്കും നല്ല കാലാവസ്ഥ കിട്ടുന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. മംഗളം ഡാം കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതുപോലത്തെ ഒരുപാട് റബ്ബർ തോട്ടങ്ങൾക്കിടയിലുള്ള നല്ലൊരു വൈബിലൊരു ഡ്രൈവ് ആയിരിക്കും കിട്ടുന്നത്. റബ്ബർ ടാപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബക്കറ്റ് എടുത്തിട്ട് പാലിൻ്റെ ഒറ്റിൽ നിന്നതിന് ശേഷം നമുക്ക് ബക്കറ്റ് എടുത്തിട്ട് പാലെടുക്കും. എന്നിട്ട് ഒരു 3 ലിറ്റർ പാലും ഒരു 2 ലിറ്റർ വെള്ളവും പിന്നെ ആസിഡും കൂടെ ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്യും. മിക്സ് ഒഴിച്ചിട്ട് ഇതുപോലെ ഷീറ്റാക്കി ഡിഷ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് വെക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ അടിച്ച പോലെ അടിച്ച് ഷീറ്റാക്കും. അപ്പോൾ ചുമ്മാ അവിടെ നിന്ന് പോയപ്പോൾ ആ ചേട്ടനെ കണ്ടപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പോകുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും കടപ്പാറ എന്ന് പറയുന്ന സ്ഥലം ലക്ഷ്യമാക്കിയിട്ട് തന്നെ യാത്ര തുടർന്നു. ഒടുവിൽ ഈ കാണുന്ന ഒരു ചെറിയൊരു കവലയാണ് കടപ്പാറ എന്നറിയപ്പെടുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലവരായ കുറച്ച് നാട്ടുകാരെയും ചെറിയ 2 കടയും ഒരു ചായക്കടയൊക്കെ ആയിരിക്കും ആകെ കിട്ടുന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അടുത്ത യാത്ര തുടങ്ങുന്നത് ജീപ്പിലാണ്. ആ നടുവിലിരിക്കുന്ന ചുവന്ന ഷർട്ടിട്ടുള്ള ഷാജി ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് യാത്ര തുടരാൻ പോകുന്നത്. ഈ കുഞ്ചിയാർപതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഓഫ് റോഡ് ജീപ്പിൻ്റെ സഹായം വേണം. ഈ സ്ഥലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ രാവിലെ വന്നിട്ട് വൈകുന്നേരം മടങ്ങുന്ന രീതിയിലും ഈ സ്ഥലം സന്ദർശിച്ച് പോകാൻ പറ്റും. പക്ഷെ മറിച്ച് ഒരു ദിവസം താമസിച്ചിട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു സ്റ്റേ ഓപ്ഷനാണ് നിലവിൽ ഇവിടെ മുകളിലുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് വീഡിയോൻ്റെ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പള്ളിയുടെ അവിടെയാണ് നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ആ സ്റ്റേ ചെയ്യുമ്പോൾ ഇവരൊരുക്കി തരുന്നത്. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് ഒരു ജീപ്പ് വിളിച്ചിട്ട് നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റും. ഒരു ജീപ്പിന് വരുന്ന ചാർജ് 3000 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ നമ്മളിന്ന് ഷാജി ചേട്ടൻ്റെ കൂടെയാണ് യാത്ര പോകുന്നത്. അപ്പോൾ ഷാജി ചേട്ടൻ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതാകുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു 1 ഡേ ട്രിപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓഫ് റോഡായിട്ട് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ രാവിലെ വന്ന് നിങ്ങളെ പിക്ക് ചെയ്ത് വൈകുന്നേരം ഇങ്ങോട്ട് താഴേക്കാക്കി തരും. ഇനി അതല്ല റിസോർട്ടിൽ സ്റ്റേ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവർ തന്നെ അത് ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും. ആ ജീപ്പിൻ്റെ പേയ്മെൻറ്റ് അഡീഷണൽ വരുന്നു മാത്രം. അങ്ങനെ ഷാജി ചേട്ടൻ്റെ കൂടെയുള്ള ഫസ്റ്റ് യാത്ര നമ്മൾ നേരെ ആദ്യം പോയത് കടപ്പാറ വാട്ടർഫോൾസിലേക്കാണ്. ആ കടപ്പാറ വാട്ടർഫോൾസിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന വഴിയുടെ ആ ഒരു പോസിറ്റീവ് തന്നെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. കാരണം ഒരു ഇടുങ്ങിയ വഴി, ചുറ്റും കാട്, അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന ഒരു നല്ലൊരു അരുവി, ആ ഒരു കാടിൻ്റെ ആംബിയൻസ് പിന്നെ പറഞ്ഞറിയിക്കണ്ടല്ലോ.
അങ്ങനെ ഇവിടെ ഫൈനൽ പോയിന്റിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതേപോലത്തെ ഒരു വാട്ടർ സ്ട്രീമിൻ്റെ ആ ഒരു വ്യൂ ആയിരിക്കും. അവിടെ നിന്ന് ഇതുപോലത്തെ ഒരു വഴി കുറച്ച് ദൂരം, അതായത് ഒരു 10 മിനിറ്റ് മാത്രം നമ്മൊന്ന് ട്രക്ക് ചെയ്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലത്തെ ഒരു അരുവി ക്രോസ് ചെയ്ത് ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറിക്കഴിഞ്ഞാൽ ഒരു ഗംഭീര വെള്ളച്ചാട്ടം കാണാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴി ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റ് ആയതുകൊണ്ടും ആ പ്രൈവറ്റ് എസ്റ്റേറ്റിൻ്റെ മുതലാളി ഷാജി ചേട്ടൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടും നമുക്ക് പെർമിഷൻ കിട്ടി. അങ്ങനെയാണ് നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയത്. ഏകദേശം ഇതുപോലത്തെ ഒരു വഴി കൂടിയാണ് നമ്മൾ 10 മിനിറ്റോളം നടക്കേണ്ടത്. നടന്നു കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും നമ്മളെ പിടിച്ചു നിർത്തുന്ന എന്തൊക്കെയോ ഒരു പവർ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്തുണ്ട്. കാരണം നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി അടുത്ത ലക്ഷ്യം കുഞ്ചിയാർപതി എന്നുള്ള ആ ഒരു ഡെസ്റ്റിനേഷൻ ആക്കിയിട്ട് ഞങ്ങൾ ഷാജി ചേട്ടൻ്റെ ജീപ്പിനകത്ത് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ കയറി തുടങ്ങിയപ്പോഴേക്കും നല്ല രീതിയിൽ കാറ്റും മഴയും വന്നു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് കാഴ്ചകളുടെ രീതി ഒറ്റയടിക്കാണ് മാറിയത്. യാത്ര കുറേ അങ്ങോട്ട് പിന്നിടുമ്പോഴേക്കും കാടിൻ്റെ ഒരു ഭീകരത കുറേ കൂടെ കൂടി തുടങ്ങി. നമ്മളൊരു ഈറ്റക്കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പിന്നീടുള്ള യാത്ര വരുന്നത്. ഇവിടെയൊക്കെ ആനയുടെ പ്രസൻസ് അത്യാവശ്യമുള്ളൊരു ഏരിയ തന്നെയാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ആനത്താരയാണ്. ആന സ്ഥിരം വന്നു പോകുന്ന ഒരു റൂട്ടാണ്. ഇതുപോലെ മണ്ണിടിച്ചിട്ടും പെരുമാറിപ്പോയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ പോകുന്ന വഴി ഒരുപാട് കാണാൻ പറ്റും ഇവിടെ. അതുകൊണ്ട് ബൈക്കിന് വരുന്നവർ ഒരു പ്രത്യേക ശ്രദ്ധ കരുതിയിട്ട് വേണം വരാൻ. വിശാലമായി കിടക്കുന്ന ഒരു കാട്, അതിൻ്റെ ഇടയിൽ ഒരുപാട് എസ്റ്റേറ്റും തോട്ടങ്ങളൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ഈ കുഞ്ചിയാർപതി. പണ്ട് കാലത്ത് ഈ പരിസരങ്ങളൊക്കെ പുഴക്കിലിടം രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് 1954 ലാൻഡ് റിഫോംസ് ആക്ട് വന്നപ്പോൾ ഇതേ രാജകുടുംബം UTT കമ്പനിക്ക് വിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൈമാറി വന്ന ഈ ഭൂമി
ഇപ്പോൾ ഉള്ളത് മൗണ്ട് സിയോൺ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലാണ്. അങ്ങനെ ഇതുപോലത്തെ ഒരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതല്ല നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. ഇത് ഇവരുടെ പഴയകാല ബംഗ്ലാവാണ്. 1950 ഇത് പണിതിട്ടുള്ളത്. 4 ബെഡ്റൂം അടങ്ങുന്നതാണ് ഈ ഒരു ബംഗ്ലാവ്. അതുകൊണ്ട് തന്നെ ഒരു 15 പേർക്ക് താഴെയുള്ള ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നല്ല പ്രൈവസിയിൽ താമസിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ ബുക്ക് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത. പക്ഷെ ഞങ്ങൾ വന്ന ദിവസം ഇവിടെ ഓൾറെഡി വേറെ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ ബംഗ്ലാവിൻ്റെ ഉൾഭാഗം ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ബംഗ്ലാവ് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഇതിനേക്കാളും നല്ല ആംബിയൻസ് ആണ് നമ്മൾ പോകാൻ പോകുന്ന ഇവരുടെ തന്നെ ഏറ്റവും ടോപ്പിലുള്ള ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കോട്ടേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാവ് ആയാലും നമ്മൾ പോകാൻ പോകുന്ന കോട്ടേജ് ആയാലും വിളിക്കേണ്ടത് ഒരു നമ്പറിലേക്ക് തന്നെയാണ്. ആ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കോട്ടേജിൻ്റെ വിശേഷങ്ങൾ ഉടനെ ഞാൻ കാണിച്ചു തരാം. കാരണം ഈ ബംഗ്ലാവിൽ നിന്ന് കുറേ കൂടെ മുന്നോട്ട് പോയാലാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന കോട്ടേജ് എത്തുന്നത്. അങ്ങനെ ബംഗ്ലാവിൻ്റെ പരിസരത്തെപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു തണുത്ത കാലാവസ്ഥയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം റിലാക്സ് ചെയ്ത് അവിടുത്തെ ആ കാടിൻ്റെ ഒരു ഭംഗിയും ആ ഓപ്പോസിറ്റുള്ള മലയുടെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന കോട്ടേജ് ലക്ഷ്യമാക്കിയിട്ട് വീണ്ടും യാത്ര തുടങ്ങിയത്. ഇത് അയ്യപ്പൻപാടി എന്ന് പറഞ്ഞ ഒരു അമ്പലമുണ്ട്. അതില് ആദിവാസികളുടെ ഒരു വിശ്വാസം അനുസരിച്ച് അവര് ഒരു കല്ലൊക്കെ എടുത്ത് വെച്ച് ഉണ്ടാക്കി തുടങ്ങിയതാണ്. അവരാണ് മകരവിളക്കിന് ഇവിടെ പൂജ ചെയ്യുന്നത്. അതുപോലെ തന്നെ തേരെടുക്കാൻ പോകുമ്പോഴും അവരിവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാറുള്ളത്. അങ്ങനെയാണ് അയ്യപ്പൻപാടി എന്ന് വന്നേക്കുന്നത്. ചേട്ടാ ഇന്നലെ ആരെയും കിട്ടിയെന്ന് പറഞ്ഞല്ലേ? ഇന്നലെ ഒരു 6:30 ഈ റോഡ് താഴത്ത് 2ാമത്തെ വളവില് കൊമ്പണ്ടായിരുന്നു. മരുന്നടിച്ച് പോകുമ്പോൾ അടക്കൊക്കെ മരുന്നടിച്ച് പോകുമ്പോൾ ഒരു 6:30 മണിക്ക് വഴി ബ്ലോക്കായി നിൽക്കായിരുന്നോ? ബ്ലോക്കായിട്ട് ഇങ്ങനെ റോഡ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നു. ആണോ? എത്ര നേരം ഉണ്ടായിരുന്നു? ഒരു 15 മിനിറ്റോളം അവിടെ നിന്നു. പിന്നെ എല്ലാം കൂടെ ഇറങ്ങിപ്പോയി. ഉപദ്രവം ഉണ്ടാക്കി. ബൈക്കായിട്ട് ബൈക്കായിട്ട് വരുന്നവരാണ് ഏറ്റവും വലിയ റിസ്ക്. ജീപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ വണ്ടിയുടെ ഭാഗത്തായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെന്നെ പറഞ്ഞു കേട്ടല്ലോ, നമുക്കിവിടെ ആനയുടെ പ്രസൻസ് അത്യാവശ്യം നല്ല രീതിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആന മാത്രമല്ല, കടുവയും പുലിയും എല്ലാം ഇറങ്ങുന്നൊരു കാട് തന്നെയാണിത്. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കാമല്ലോ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നല്ലോ, ഇതിൻ്റെ ബൗണ്ടറി വരുന്നത് തന്നെ പറമ്പിക്കുളം ടൈഗർ റിസർവും വാഴച്ചാലും നെല്ലിയാമ്പതി കാടുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊഹിക്കാലോ എത്രമാത്രം അനിമൽ ഡെൻസിറ്റി ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ 13 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഓഫ് റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഇതേപോലത്തെ ഒരു ഫെൻസിങ്ങിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഫൈനൽ പോയിന്റ്. ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ആ മൗണ്ട് സിയോൺ റിസോർട്ട് വരുന്നത്. ഈ പ്രദേശം ഇത്തിരി ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ വന്ന് കയറി ഉടനെ തന്നെ ഇതേപോലത്തെ ഒരു ഫോഗും കാറ്റും മഴയും അങ്ങനെ ആ ഒരു അന്തരീക്ഷം വേറൊരു രീതിയിൽ വെൽക്കമിങ് ആയിരുന്നു ഞങ്ങൾക്ക്. ഇതേപോലുള്ള ഒരുപാട് കോട്ടേജുകളിലേക്ക് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡബിൾ ഒക്യുപ്പൻസി ആണെങ്കിൽ നമുക്ക് 2500 രൂപയ്ക്കും ട്രിപ്പിൾ ഒക്യുപ്പൻസി ആണെങ്കിൽ 3000 രൂപയ്ക്കായിരിക്കും ഇത് ബുക്ക് ചെയ്യാൻ വരുന്ന ചാർജ്. അതിൽ ഫുഡൊന്നും ഇൻക്ലൂഷൻ ഉണ്ടാവില്ല. ഫുഡിന് സെപ്പറേറ്റ് ബില്ല് നമ്മൾ ഇവിടെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി റൂമിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു നീറ്റായിട്ടുള്ള റൂംസാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ബാൽക്കണിയൊക്കെ ഇതിനകത്ത് അറ്റാച്ചായി കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു നീറ്റായിട്ടുള്ള വാഷ്റൂമും കിട്ടുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂമിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം നോക്കേണ്ടത്. മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ആംബിയൻസും ഈ കാണുന്നൊരു അറ്റ്മോസ്ഫിയറൊക്കെ തന്നെയാണ്. നല്ല ക്ലൈമറ്റാണ് ഇവിടെ. പക്ഷേ നല്ല നല്ല പ്രദേശമാണ്. ഇവിടെ അധികം തന്നെ ആരും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല, അതിനെക്കുറിച്ച് അറിയത്തില്ല. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും നമുക്ക് ഇതേപോലത്തെ ഒരു ഓപ്പൺ ഏരിയയിൽ വന്നിരിക്കാൻ പറ്റും. ഇവിടെയാണ് ഇവർ ക്യാമ്പ് ഫയർ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഷാജിയേട്ടൻ എന്താ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യണതിൻ്റെ ആ ഒരു തിരക്കിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടോർച്ച് അടിച്ച് ഒരാൾ അങ്ങനെ നടന്നു പോകണ ഒരു കാഴ്ച കണ്ടത്. അത് കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഫ്രെയിമായിട്ട് തോന്നി. അങ്ങനെ ക്യാമ്പ് ഫയറും രാത്രിക്കാലത്തെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഇതേപോലെ ആകാശത്തെ ആ നക്ഷത്രങ്ങളൊക്കെ നോക്കി ഒരുപാട് നേരം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ ഭയങ്കര പോസിറ്റീവായിരുന്നു അന്നത്തെ രാത്രി.
അടുത്ത ദിവസം നേരത്തെ തന്നെ എഴുന്നേറ്റ് ഡ്രോൺ ഷൂട്ട് ചെയ്തപ്പോഴാണ് ഇവിടുത്തെ ചുറ്റും നിൽക്കുന്ന ആ ഒരു ആംബിയൻസും ആ മലകളുടെ കാഴ്ചകളൊക്കെ ഒരു മാജിക്കൽ വ്യൂ എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു സാധനമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഡ്രോൺ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ജീപ്പ് താഴേക്ക് ഇറങ്ങി പോകുന്ന ശബ്ദം കേട്ടത്. അപ്പോൾ എന്തായാലും വെളുപ്പാങ്കാലാണല്ലോ, എന്തെങ്കിലും ആനേനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ആ ജീപ്പിൽ കയറി ഞങ്ങളും കയറിയിരുന്നു. ജിമ്മി ചേട്ടനാണെങ്കിൽ ഞങ്ങളോട് വന്നോളാനും പറഞ്ഞു. പക്ഷെ നമുക്കങ്ങനെ വൈൽഡ് ആനിമൽസിൻ്റെ സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ല. പക്ഷെ മറിച്ച് ആ പോകുന്ന വഴിയും ആ ഒരു ഫോഗിൽ മൂടി നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അങ്ങനെ തിരിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിൽ വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോയത്. ആ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് ഇവിടെയുള്ളൊരു ചേട്ടനെ പരിചയപ്പെട്ടതും ആ ചേട്ടനിലാണെങ്കിൽ ഇഷ്ടംപോലെ കഥകളുണ്ടായിരുന്നു. ഇവിടെ പുള്ളിപ്പുലിയുണ്ട്, കടുവയുണ്ട്, വരയം കടുവയുണ്ട്, കരിമ്പുലിയുണ്ട്, എല്ലാ സാധനങ്ങളും സിംഹം വെച്ച് ബാക്കിയെല്ലാം വരുന്നത്. നമ്മളിപ്പോൾ ഒരു റൂമിൽ ഒരു വീട്ടിൽ കിടക്കുന്ന വെച്ചോ, 3-4 തട്ടായിട്ട് റൂമിലായിരിക്കുമല്ലോ കിടക്കുക. അപ്പൊ ഈ 3 റൂമിൽ എത്ര ആൾ കിടക്കുന്നത് ആനക്കറിയാം. ആനക്ക് അത്ര ആളുടെയും മണം കിട്ടും. അപ്പൊ എന്റെ വീട്ടിൽ കിടന്നപ്പോ എന്റെ ഒരു കൊച്ചും എന്റെ ഭാര്യയും കിടക്കണ്ടാക്കും. ആന വീടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് തൊട്ടപ്പുറത്തെ തെക്കിന്റെ ചോട്ടിൽ പോയി അതിനെയൊക്കെ വലിച്ചു പറിച്ച് തിന്ന്. അപ്പൊ കൊച്ചു പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പെര തട്ടിയിട്ട് കട്ടിലടി കയറി കിടക്കാം, അതിന് മുകളിലെ വീടുകളൊന്നും ഒന്നും ചെയ്തില്ല, മിണ്ടാതെ തന്നെ. പെരയൊന്നും ആർക്കും ഒന്നും ഉപദ്രവം ചെയ്തില്ല. പക്ഷെ ഈ തെങ്ങും കവുങ്ങും ഇതെല്ലാം തട്ടി നശിപ്പിക്കും. എന്നാണ് നമ്മൾക്ക് ആൾക്കാരെ ഉപദ്രവിക്കുക അതൊന്നും ഇനി ഉണ്ടായില്ല, ഉണ്ടാവൂല. ഇനിയിപ്പോ ഇപ്പൊ എന്തെങ്കിലും കാണിച്ചെങ്കിലുണ്ടല്ലോ അവൻ ആ പക കാണും, അപ്പൊ പിന്നെ അവനെ ഓടിക്കാൻ പോകും. അങ്ങനെയാ സംഭവിക്കണം ആനയുടെ കേസ്. ബാക്കിയുള്ള മൃഗമൊന്നും കുഴപ്പമുള്ള കേസൊന്നും, ഇടിയോ കരയോ നമ്മളെ കണ്ടാലും ഓടിപ്പോകും. ഓർക്കപ്പുറത്ത് നമ്മള് എന്റെ മുറ്റത്ത് വന്ന് മുമ്പത്ത് വന്ന് പെട്ടെന്ന് പെട്ട് കഴിഞ്ഞാണ്ടല്ലോ, അന്നേരം പേടിയില്ലേ. അതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിലും തോന്നുന്നു.